എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ഇയറിങ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഈ ഒരു ഇയറിങ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ ആ സമയത്ത് ഇവർക്കിടയിൽ ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഇവളെ ബോഡി ആരോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവരെ ബോഡി ആരോ കൺട്രോൾ ചെയ്യുകയും അവനെ അറ്റാക്ക് ചെയ്ത് തറയിൽ വീഴ്ത്തുകയും ചെയ്യുകയാണ്. ആ അറ്റാക്കിൻ്റെ ഫലമായിട്ട് ഇവൻ്റെ ബോഡി വീക്കാവുകയും ഇവൻ ബ്ലഡ് വോമിറ്റ് ചെയ്യുകയും ഫെയിൻ്റായിട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് വേറൊരാൾ കടന്നു വരികയും ഈ കൺട്രോളായി നിൽക്കുന്ന ബോഡിയിൽ നിന്ന് ആ എനർജി പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയും ആ ഒരു കൺട്രോളിങ് പവർ ഇവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഇവൾ ഫെയിൻ്റായിട്ട് വീഴുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ അവളെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും റൂമിലേക്ക് കൊണ്ടുപോവാണ് റെസ്റ്റ് എടുക്കാനായിട്ട്. ആ പെൺകുട്ടിയും പയ്യനും കൂടെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവരെ ബോഡി ആരാണ് കൺട്രോൾ ചെയ്തത് എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടെന്നില്ല. പക്ഷേ ഇവൻ്റെ ശരീരം വളരെയധികം വീക്കായിരുന്നു. ഇവനെ രക്ഷിക്കാൻ വന്ന ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ഒരു പെൺകുട്ടി ഇവനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അവനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ മുറിവിനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയും അവന് മരുന്ന് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിസിനൊക്കെ കുടിക്കാൻ വേണ്ടി കൊടുക്കുകയും അവൻ്റെ ഹെൽത്തൊക്കെ ആവുന്നത് വരെ അവൻ്റെ കൂടെ തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പെൺകുട്ടിയുടെ ബോഡി ഒരാൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൺട്രോളിൽ നിന്നും രക്ഷിച്ചത് ഇവനാണ്. ആ ഒരു ബ്ലാക്ക് കോട്ട് ഇട്ടിരുന്ന ആളാണ് ഇവളെ രക്ഷിച്ചത്. പക്ഷേ ഇവരെയൊന്നും പേരെനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളെ രക്ഷിച്ച് ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയും അവൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ അവൻ കൊടുക്കുന്നുണ്ട്. അവളുടെ നല്ല ഫീവർ ഉണ്ടായിരുന്നപ്പോൾ അവൾക്ക് നനഞ്ഞ ടവൽ വെച്ച് അവളുടെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുകയും അവളുടെ പനിയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവരെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാണെന്നുള്ളതും അവളുടെ ബോഡി കൺട്രോൾ ചെയ്തത് ആരാണെന്നുള്ളതും എത്ര ആലോചിച്ചിട്ടും ഇവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡും ട്രീറ്റ്മെൻറ്റും ഒക്കെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഇവർ റിക്കവറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ചെയ്തത് ആരാണെന്നുള്ളത് ഇവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. ഇവരെ മൈൻഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയോ ഇല്ലേ എന്നുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചൈനീസ് ഡ്രാമയാണിത്. എല്ലാവരും കാണുക. താങ്ക്